നല്ലൊരു ഡേ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. എന്നത്തെയും പോലെ രാവിലെ തന്നെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള റെഡിയാവലാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ റെഡിയാവാനായിട്ട് ഒരുപാട് സമയമൊന്നും എനിക്കധികം ആവശ്യമില്ല. കാര്യം അത്രയ്ക്ക് മേക്കപ്പ് ഒന്നും ഒരു ദിവസവും ചെയ്യാറില്ല. എങ്ങനെയും എത്രയും വേഗം അവിടെ എത്തണേ എന്ന് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഈ ഒരു സമയമൊക്കെ ഉറങ്ങി തീർക്കേണ്ടതാണെന്ന് ആലോചിച്ച് വിഷമിച്ചാണ് എന്നും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇന്ന് ഇച്ചിരി ഒന്ന് വൃത്തിയായി പോകാമെന്ന് വിചാരിച്ചു. കാര്യം ഇന്ന് ഓഫീസിൽ നിന്ന് ടീം ലഞ്ച് ഉണ്ടേ. അങ്ങനെ റെഡിയായി വേഗം ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ ഇന്നെന്തോ അത്ഭുതത്തിന് വേഗം തന്നെ ബസ്സും കിട്ടി, അതിലൊരു സീറ്റും കിട്ടി കേട്ടോ. ഉച്ചയ്ക്ക് നല്ല വെയിലാണെങ്കിലും രാവിലെ ഒരു തണുത്ത ഇളങ്കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ഉറങ്ങി എണീക്കാനുള്ള ഒരു ടൈമുണ്ട്. ഇനി എങ്ങാനും ഉറങ്ങിപ്പോയാലോ, അതുകൊണ്ട് റിസ്ക് എടുക്കാൻ ഞാനില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ പറന്നു വരുന്ന മുടികൾ എന്നെ ഒരുപാട് വിഷമിപ്പിച്ചത്. ഞാൻ നല്ലതായിട്ട് തലയൊക്കെ കെട്ടി വന്നതല്ലേ, ഈ കാറ്റടിക്കുമ്പോൾ ഈ മയിൽപ്പീലി പോലെ പൊങ്ങി വരുന്ന ഈ മുടികൾ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത സാധനമാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ള സമയമാണ്. അങ്ങ് എത്തുന്നവരെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാം, ജീവിതത്തെക്കുറിച്ചും ഇന്നത്തെ ഡേയിനെക്കുറിച്ചും. അങ്ങനെ ഒരുപാട്. എൻ്റെ വീടിന് അത്യാവശ്യം ദൂരമുണ്ട് ഓഫീസിലോട്ട്. പലതവണ ആലോചിച്ചിട്ടുണ്ട് ഹോസ്റ്റലിലൊക്കെ നിന്നാലോ എന്ന്. പക്ഷെ വീട്ടിൽ കിട്ടുന്ന ആ ഒരു വൈബ് നമുക്കവിടെ കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് ഡെയിലി എത്ര യാത്ര ചെയ്യേണ്ടി വന്നാലും പോയി വരാമെന്ന് തന്നെ വിചാരിക്കും. അങ്ങനെ ഓഫീസ് എത്താറായിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കോളേജ് വൈബാണ് തോന്നുന്നത്. ബാഗൊക്കെ തൂക്കി എല്ലാവരും കൂടി പോകുന്ന കാണുമ്പോൾ. ഇനി നേരെ പോവുക, ലോഗിൻ ചെയ്യുക, പണി തുടങ്ങുക. അപ്പോൾ വഴിയിൽ വെച്ച് സഞ്ജയിനെയും കിട്ടി. അപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് 12:30 ആകുമ്പോൾ എല്ലാവരും വർക്കൊക്കെ ഒതുക്കി ഇറങ്ങാൻ നോക്കണം, നമുക്കിന്ന് പുറത്ത് ടീം ലഞ്ച് ഉണ്ട് എന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഷാർപ്പ് 12:30 ആയപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. കഴക്കൂട്ടത്തടുത്ത് തന്നെയുള്ള ഇലാഫ് ബൈ ഹോമീസിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ ടീം ലഞ്ച്. അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ വർക്കൊക്കെ ഒതുക്കി നേരെ അങ്ങോട്ടേക്ക് പോയി. പിന്നെ അങ്ങോട്ട് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരക്കിലായിരുന്നു. മെനു ഒക്കെ നോക്കി എല്ലാവരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്തു പറയണം എന്ന്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഷെയർ ചെയ്ത് കഴിച്ചില്ലെങ്കിൽ എല്ലാത്തിനും വെട്ടിക്കൂട്ടി ഉപ്പിലിടും എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പിന്നെ അങ്ങോട്ട് വലിയൊരു കാത്തിരിപ്പായിരുന്നേ. ഹായ് പറ. അങ്ങനെ കാത്തിരുന്ന് കുറേ കൊച്ചുവർത്തമാനങ്ങളും പറഞ്ഞിരുന്നപ്പോൾ കാണാം ഓരോരുത്തരുടെ ഫുഡായിട്ട് വന്നു തുടങ്ങി. ആദ്യം വന്നത് സിയാമിൻ്റെ സൈഡിലോട്ട് ജെല്ലിക്കെട്ട് മന്തിയാണേ. നേരെ പോയൊരു വീഡിയോ ഒന്ന് പിടിച്ചു. പിന്നെ അങ്ങോട്ട് ഓരോരുത്തരുടെ ഫുഡ് ഐറ്റംസ് ആയിട്ട് വന്നു തുടങ്ങി. അങ്ങനെ നോക്കുമ്പോൾ അജിത്തേട്ടൻ്റെ സെക്ഷനിൽ ബീഫ് ബിരിയാണിയാണേ വന്നത്. നേരെ അവിടെ പോയി വീഡിയോ എടുക്കുന്നത് എന്ന പേരിൽ കുറച്ച് ബീഫ് ബിരിയാണി ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി.